വെൽക്കം ടു ടേക്ക് ടു പോഡ്കാസ്റ്റ് എപ്പിസോഡ് 12. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ പോഡ്കാസ്റ്റാണ്, ബർത്ത്ഡേ സ്പെഷ്യൽ പോഡ്കാസ്റ്റ്. എന്നുവെച്ചാൽ വിജയുടെ ബർത്ത്ഡേ ആണ്, തളപതി വിജയുടെ. അപ്പോൾ അതിന് CM ആണ്, തമിഴ്നാടിൻ്റെ CM ആണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിക്കണം. ആൾക്കൊരു വിഷയം എത്തുകയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഹാപ്പി ബർത്ത്ഡേ തളപതി വിജയ്. അപ്പോൾ എനിക്ക് വെച്ചാല് പുള്ളിയുടെ എനിക്ക് നമുക്ക് പറഞ്ഞു തുടങ്ങാൻ വെച്ചാലേ പേഴ്സണലി എന്നല്ല, പുള്ളിയുടെ ചില പടങ്ങൾ ഇഷ്ടമാണ് ഭയങ്കരമായിട്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ എല്ലാ പടങ്ങളും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പൊ നമ്മള് ബാക്കി ആക്ടേഴ്സിനെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാല് വെർസറ്റാലിറ്റി പരിപാടി ഉണ്ട്, പുള്ളിക്ക് ഇല്ല എന്നല്ല. വിജയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗില്ലിയാണ് ഫസ്റ്റ് മനസ്സിൽ ഓർമ്മ വരുന്നത്, കണ്ട രീതിയിൽ വരുന്ന അതൊരു നല്ലൊരു പടമാണ്. കാരണം വെച്ചാൽ ആ പടം റീമേക്കാ ശരിക്കും. വെച്ചാല് മഹേഷ് ബാബുവിന്റെ ഗില്ലിയാണ് ഒറിജിനല്, പക്ഷെ നമ്മള് കണ്ടിട്ടുള്ളത് വിജയുടെ ഗില്ലിയാണ്. അപ്പൊ നമുക്ക് വിജയുടെ ഗില്ലിയാണ് അടിപൊളിയായിട്ട്. ശേഷം പിന്നെ അതിനുശേഷമാണ് മറ്റേ ഗില്ലി കാണുന്നത്. എന്നാ പോലും എടുത്തു നിൽക്കുന്ന സാധാരണ റീമേക്കാണ് അലമ്പാവാറ്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഇത് റീമേക്ക് അത് വേറെ. പിന്നെ നമ്മ ഫസ്റ്റ് കണ്ടത് വിജയുടെ ഗില്ലിയാണ്. അത് അതിന്റെ ഒരു സാധനം ഉണ്ട്, പക്ഷെ നല്ല പടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇവരെ കോമ്പോണെങ്കിലും മറ്റേ പ്രകാശാണ് അങ്ങനത്തെ കുറെ സാധനമുള്ളതുകൊണ്ട് അതില് ശരിക്കും സ്കോർ പ്രകാശ് രാജാണ്. പിന്നെ വിജയ് തൃഷ കോമ്പിനേഷൻ പരിപാടികൾ, പാട്ട്, മറ്റേ അപ്പടിപ്പോട്, അങ്ങനെ കുറെ സാധനമുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് പടം എനിക്ക് ഓർമ്മയിൽ നിൽക്കണ. പിന്നെ മറ്റേ തുള്ളാതെ മനോം തുള്ളുന്ന പറഞ്ഞിട്ടൊരു പടം ഉണ്ട്, അത് മറ്റേ ഇതില്ലേ സിമ്രാന് കണ്ണ് കാണാണ്ട് സൂര്യല്ല വിജയ് കൊണ്ട് നടക്കണ പോലത്തെ ഒരു പടമാണ്. എന്നുവെച്ചാല് ഇവൻ കാരണം തന്നെയാണ് കാഴ്ച പോണത്, വിജയുടെ ക്യാരക്ടറായിരുന്നു കാഴ്ച പോണ. എന്നിട്ട് അങ്ങനെ ഇത് നടക്കണ ഒരു പടമാണ്. അത് എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് ഇങ്ങനെ പഴയ പടങ്ങൾ കണ്ടതില്. പിന്നെ മറ്റേ ലാസ്റ്റ് പോലീസ് പരിപാടി, വെച്ചാല് ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു എന്ന് പറഞ്ഞാല് അതിനു മുമ്പ് അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നു മറ്റേ ഭാഷ ടെംപ്ലേറ്റ് ആണ്. കാരണം പറഞ്ഞാല് ഇയാളൊരു വലിയ സംഭവം എന്ന് പറഞ്ഞ സാധനം ഭാഷയിലാണ്. അവിടെ ശരിക്കും വിജയിനെ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഇയാളൊരു മറ്റേ റൗഡി ഗുണ്ട സാധനമാണ്. അവിടെന്ന് മറ്റേ പോലീസുകാരെ വന്നിട്ട് സല്യൂട്ട് അടിക്കണ സാധനം. പിന്നെ എനിക്ക് വെച്ചാല് അതിൽ കുറെ ഡയലോഗ്സ് വരുമല്ലോ, മറ്റേ ഒരു വാട്ടിമുടി പെട്ട വെച്ചിട്ടാനൊക്കെ അങ്ങനത്തെ കുറെ ഐക്കോണിക് സാധനങ്ങളുണ്ട്. പക്ഷെ ആ പടം എനിക്ക് വെച്ച് കഴിഞ്ഞാൽ നീ പറഞ്ഞ നമ്മള് ചെറുപ്പത്തിൽ കണ്ടോണ്ടായിരിക്കും നമ്മളങ്ങനെ ചിന്തിക്കില്ല ഇവിടെ ഒരു ട്വിസ്റ്റ് വരുമെന്ന്. അപ്പൊ അതാണ് എനിക്ക്. പിന്നെ പോക്കിരി എനിക്ക് തോന്നുന്നു പോക്കിരി തമിഴ് പോക്കിരി റീമേക്കാ, പോക്കിരി മഹേഷ് ബാബുന്റെ എന്താണ്. പക്ഷെ ഒറിജിനൽ അടിപൊളി റീമേക്കാണ്. വിജയ് എന്ന് പറയുന്ന ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ വിസ്മയിപ്പിച്ചിട്ട് എനിക്ക് അങ്ങനെ വിസ്മയം തോന്നിയിട്ടില്ല വിജയ്. അത്ഭുതപ്പെടുത്തിയ പോലത്തെ ഒരു സാധനം ഇല്ല. പക്ഷെ വെച്ചാൽ ഇയാളെ സ്ക്രീൻ പ്രസൻസ് അതൊരു ഗംഭീര അതെന്ന് വെച്ചാല് ഷസാമാണ് തോന്നണ് ഒരു വിജയുടെ അത് പറയണം, മറ്റേ കത്തിയില് മറ്റേ ഇങ്ങനെ കിട്ടില്ല സാധനമാണ് അത്. അപ്പൊ ആ ഒരു ഇതുണ്ട്. പക്ഷെ അതിൽ തന്നെ വേറൊരു സാധനമുണ്ട്, മറ്റേ അതെന്ന് വെച്ചാല് ഈ പറഞ്ഞ സാധനമല്ല ഫസ്റ്റ് കൈ പിടിക്കണ. അതെന്ന് വെച്ചാൽ വിജയനെ റീപ്ലേസ് ചെയ്യാനേ പറ്റൂല. കാരണം ആളുടെ ഒരു നോട്ടും അതിനുശേഷമുള്ള ഫൈറ്റും പിന്നെ മറ്റേ കോയിൻ ഇട്ടുള്ള ഫൈറ്റ് ആണെങ്കിലും പുള്ളിക്ക് അതിന്റെ റീമേക്ക് മറ്റേ ചിരഞ്ജീവിയുടെ അല്ലേ എന്റെ മോനെ അയ്യന്റെ മോനെ അസാരട് അങ്ങനെ. പിന്നെ എനിക്ക് തോന്നുന്നു ആ പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കത്തി ശരിക്കും പറഞ്ഞ ഒരു കൊമേഴ്ഷ്യൽ പടങ്ങളുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലത്തെ സാധനം. കാരണം എന്ന് പറഞ്ഞാല് രണ്ട് ക്യാരക്ടർ ഉണ്ട്, രണ്ടും വിജയ് തന്നെ. ഒരെണ്ണത്തിൽ കൂടെ കഥ പോവും, മറ്റേത് ഇതൊക്കെ ഉണ്ടല്ലോ ആ ബ്ലൂ പ്രിന്റ് ആ സാധനം. പിന്നെ 3 Idiots, നൻപൻ
അത് വെച്ചാല് ഒരു കുറച്ചും കൂടി വിജയിനെ കുറച്ചും ഫ്രഷ് ആക്കി. എനിക്ക് തോന്നുന്നു വെച്ചാലേ പുള്ളി ആ സമയത്ത് ചെയ്ത പടങ്ങൾ കുറച്ചുകൂടി ഫ്രഷ് ആയ സാധനം. പിന്നെ പറഞ്ഞാൽ ഓൾറെഡി എല്ലാവർക്കും കഥ അറിയാം 3 Idiotsന്റെ. പക്ഷെ ഞാൻ നൻപൻ കണ്ടിട്ടാണ് 3 Idiots കാണുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാല് ഞാൻ വിചാരിച്ചാൽ ഞാൻ ഓൾറെഡി നൻപൻ കണ്ടല്ല. പക്ഷെ 3 Idiots കാണുമ്പോൾ നമുക്ക് പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 2 പടം കണ്ടപ്പോൾ ആ ഇമോഷണൽ സൈഡില് അതുപോലെ ഫീല് കിട്ടി. എനിക്ക് തോന്നുന്നു ശങ്കർ എടുത്തുള്ള സിനിമകളില് കുറച്ച് ഡിഫറെന്റ് മാറ്റി ചെയ്ത ഒരു സാധനമാണ് റീമേക്ക് ആണെങ്കിൽ പോലും. അതൊരു സാധനമായിരുന്നു. വിജയുടെ കുറെ സാധനമുള്ള രസമുണ്ടായില്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പൊ കത്തിയാണെങ്കിലും പിന്നെ തേരിയാണ് ഒരു നല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിയുടെ എനിക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിരലെണ്ണാവുന്ന പടങ്ങളുള്ളൂ എനിക്ക് ഭയങ്കര ഒരു സ്റ്റാർ എന്ന നിലയിൽ തോന്നിയിട്ട് ആളെ ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ള പടങ്ങള്. അതുപോലെ തന്നെ മെർസലാണെങ്കിലും കുറച്ച് ഫാൻ പരിപാടികളാണ്. പക്ഷെ മറ്റേ സാധനല്ലേ ഇത്ര കൊല്ലത്തിന് ശേഷം മരിച്ച മക്കള് ജനിച്ച മക്കള് മറ്റേ ഒരു സീറോ മറ്റേ മുഖം മൂടിയിട്ടിട്ട് അതിലവര് ശരിക്കും ഒരേപോലെ മക്കള് 5 വർഷം കഴിഞ്ഞിട്ട് ജനിച്ചാലും ഒരേപോലെ. അതൊരു കോമഡിയാണ് ശരിക്കും പറഞ്ഞു. പക്ഷെ പറഞ്ഞാല് അത് എനിക്കതില്ലേ അച്ഛൻ വിജയുടെ ഇതില്ലേ എനിക്കത് അങ്ങോട്ട് വർക്കായില്ല. പക്ഷെ എനിക്ക് വെച്ചാൽ ഓവറായിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ കുറെ പേർക്ക് എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ ഇവരുടെ ഈ ട്വിൻസ് ആയിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അതെന്ന് പറഞ്ഞ ഒരു മാജിക്കും പിന്നെ മറ്റേ അവരുടെ റിവെഞ്ച് അടിപൊളിയായിരുന്നു. കാരണം വിജയ് ചെയ്തു വന്നിട്ടുള്ളതെന്ന് കുറച്ച് വ്യത്യാസമുള്ള സാധനമായിരുന്നു. അപ്പൊ അത് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയ ഒരു പടമാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കൗട്ട് ആയിട്ടുള്ള ഒരു പടം തിയേറ്ററിൽ നിന്ന് പടമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ടൊരു പക്ഷെ തലൈവ എനിക്ക് അത്ര വർക്കായിട്ടില്ല. കാരണം എനിക്ക് അതെന്തോ വിവാദമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. പിന്നെ എനിക്ക് പിന്നെ ഇറങ്ങിയതിൽ കൊള്ളാന്ന് തോന്നിയത് മാസ്റ്ററാണ്. ഈ ഒരു 5 വർഷമൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാസ്റ്ററിന് മുമ്പ് മറ്റേ മിലിറ്ററി ആയിട്ട് ഇത് തുപ്പാക്കി അത് അടിപൊളി പടം. അത് രസമാണ്. അതിലും ഈ പറഞ്ഞ പോലെ മറ്റേ സാധനം ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിജയുടെ പെങ്ങളെയും കുറെ പേരെ മറ്റേ മറ്റേ കൊല്ലാൻ വേണ്ടി ചോദിക്കുക. അപ്പൊ മറ്റേ ഫസ്റ്റ് പട്ടി വരും എന്നിട്ട് അതൊരു പിന്നെ മറ്റേ ഫസ്റ്റ് ഈ 12 പേരെ ആ സാധനം ശരിക്കും പറഞ്ഞല്ലേ ആ സാധനം ശരിക്കും പറഞ്ഞ ഇവർക്ക് മുംബൈയിലും കണ്ട പടം നടക്കണായിട്ട് കാണിക്കണം. അപ്പൊ അവിടെ മറ്റേ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ക്യാമറ വെക്കാൻ പറ്റില്ല. പെർമിഷൻ ഇല്ല. പെർമിഷൻ ഭയങ്കര പണിയാണ് കിട്ടാറുണ്ട്. ഇവര് ചെയ്തെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ ഈ ചാനലിന്റെ പരിപാടി മറ്റേ ഗുലുമാലൊക്കെ പോലത്തെ പരിപാടി ഷൂട്ട് ചെയ്യില്ല അതുപോലെ ഹൈഡ് ചെയ്യണ്. പക്ഷെ റീടേക്ക് പോയാൽ പിന്നെ അത് എടുക്കാൻ പറ്റില്ലാന്ന്. പക്ഷെ ഇവരെല്ലാരും വിജയ് ഉൾപ്പെടെ ഫുള്ള് ഫസ്റ്റ് ടേക്കിലാ കിട്ടുന്ന സാധനം 12 സ്ഥലത്ത് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് സാധനമാണ്. അതിങ്ങനെ ഷൂട്ട് എന്ന് പറയുമ്പോ മറ്റേ എല്ലായിടത്തും ഒറ്റ ടൈമിലടിക്കും. പിന്നെ പറഞ്ഞ മാസ്റ്റർ ഒരു ഫസ്റ്റ് ഹാഫ് വരെയാണ് ശരിക്കും ഫസ്റ്റ് ഹാഫ് വരെ വേറൊരു വിജയാണ് ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഓഫ് വിജയ്. മറ്റേ എന്നിട്ടാണ് ആള് മറ്റേ ഭയങ്കര ലേസി പരിപാടിയൊക്കെ ഉള്ള ഒരു സാധനം. നമ്മ മുമ്പത്തെ പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പടങ്ങളെ സംസാരിച്ചു വന്നപ്പോ. അതാണ് എനിക്ക് തോന്നുന്നു വിജയുടെ ഇപ്പൊ കുറെ സിനിമകളുണ്ട് പണ്ടത്തെ മറ്റേ എന്താ പറയാ റൊമാൻറ്റിക് സിനിമകളുണ്ട്. ഷാജഹാൻ അങ്ങനെ കുറെ പടങ്ങളുണ്ട്. പക്ഷെ ഞാൻ കുറെ പടങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്ന് പറഞ്ഞാല് വിജയുടെ കണ്ടിട്ടുള്ള പടങ്ങൾ ഇങ്ങനെ എണ്ണി പറയാവുന്ന കുറച്ച് പടങ്ങൾ ഇതുള്ളൂ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഇഷ്ടവും സാധനം തോന്നി. നീ പറഞ്ഞ സാധനമാണ് സ്ക്രീൻ പ്രസൻസിൽ മാച്ച് ചെയ്യാൻ ഭയങ്കര പണിയാണ്. പിന്നെ മാസ്റ്റർ അതിന് പിന്നെ ലിയോ വന്ന് ലോകേഷനായിട്ട് ലിയോയില് മറ്റേ സെക്കൻഡ് സ്റ്റോറി ഉണ്ടല്ലോ അതിലെ ലുക്ക് ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ ആ ക്യൂട്ട്നെസ് കൊണ്ട് ആ സിനിമ സെക്കൻഡ് ഹാഫ് പോയി ഓണത്തിന്റെ. പക്ഷെ ഫസ്റ്റ് ഹാഫ് പക്കയാണ് മാസ്റ്ററിന്റെ പോലെ തന്നെയാണ്. കാരണം നല്ല സെറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പേടിയുള്ള ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ അടിക്കേണ്ടി വന്ന അടിക്കും അങ്ങനത്തെ മറ്റേ സാധനം. ഇപ്പൊ മാസ്റ്റർ മറ്റേ സാധനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഇയാൾക്ക് ഇടിക്കാൻ പറ്റുമോ? ഇയാള് ഇടിക്കേണ്ട ആവശ്യം വരുമ്പോഴാണ് ഇടിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ കോളേജിലത്തെ ഒരു ഫൈറ്റ് കാണിക്കണ്ട. അപ്പൊ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ ആൾക്കാരൊക്കെ ഉപദ്രവിക്കുമ്പോഴാണ് ഇയാൾ ഇറങ്ങണം. അല്ലാണ്ട് മറ്റേ എന്നിട്ടാണ് അന്ന ഇടിച്ച് കളഞ്ഞേക്കാന്ന് പറഞ്ഞ പരിപാടി ഇല്ല ക്യാരക്ടറിന്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഇത് ബീസ്റ്റ് ആണ്. ബീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം വർക്കായിട്ടില്ല ആൾക്കാർക്ക്. നമുക്കും കാരണം കുറെ ലോജിക്ക് പ്രശ്നങ്ങളുണ്ട്.
ശരിക്കും പറഞ്ഞ വിജയുടെ പടത്തിൽ ലോജിക്കാക്കാൻ പറ്റൂല. എന്നാ പോലും ഒരു ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് ഉണ്ട്. ഇത്ര കിലോമീറ്റർ പോണ റോക്കറ്റിൽ സല്യൂട്ട്. അത് മാത്രല്ല മറ്റേ ഇന്ത്യന്ന് ജെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ല, പാകിസ്ഥാനിൽ ഇറങ്ങിയത് പാകിസ്ഥാൻ മിലിറ്ററി അറിഞ്ഞിട്ടില്ല. അല്ല വെറുതെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്തല്ലേ ക്രാഷ് ലാൻഡ് ചെയ്ത കുഴപ്പമില്ല. ഇത് മറ്റേ നടുമുറ്റത്ത് ഇറക്കിയിട്ട് വരുന്നതല്ലേ, അവിടെ പോകാൻ വിട്ടിട്ട് അവരറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഓരോ കുറച്ച് പ്രശ്നങ്ങൾ. പക്ഷെ ആ സിനിമ എനിക്ക് ഭയങ്കര വ്യത്യസ്തമാക്കുന്നത് എന്ന് വെച്ചാല് വിജയുടെ എൻട്രി ആണ്. മറ്റേ ഭയങ്കര സിമ്പിൾ ആയിട്ട് എനിക്ക് വിജയുടെ സിനിമകളില് മാസും മൊത്തത്തിൽ നോക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട എൻട്രി ബീസ്റ്റ് ഇതാണ്. കാരണം ആ കുട്ടീനെ കാണിക്കുന്നു, ബലൂൺ വിടുന്നു, മറ്റേ ഒരു മറ്റേ ആ ബലൂൺ പിടിക്കുന്നു, അതിന്റെ മറവിൽ നിന്ന് സിമ്പിൾ ആയിട്ട് വിജയനെ കാണിക്കും. അത് ഞാൻ പടം തിയേറ്ററിൽ കാണാൻ പോയപ്പോൾ നമുക്ക് KGF 2 ബീസ്റ്റ് ഒരേ ടൈമിൽ റിലീസാണ്. അപ്പോൾ ബീസ്റ്റാണ് ഫസ്റ്റ് കാണാൻ പോണേ. അപ്പൊ കാണാൻ പോയ സമയത്ത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ പടത്തിലും മറ്റേ സാധനമല്ലേ വെടിയുമ്പൊക്കെ കിട്ടിട്ടാണ് എൻട്രി. അപ്പൊ ഞാൻ ഓക്കെ ഇങ്ങനെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ പുള്ളിനെ ഈ മറ്റേ ഒരു കൊച്ചിനെ ബലൂൺ ഇങ്ങനെ പോകുന്നു പിടിക്കുന്നു, അത് നോക്കുമ്പോ ഇത് കൊള്ളാലത് ഒരു ഡിഫറൻസ് ആണല്ലോ. പക്ഷെ എന്ന് പറഞ്ഞാല് പിന്നെ ഒരു 10-100 സ്ലോ മോഷൻ ഉണ്ട് പുള്ളിക്ക്. പക്ഷെ അത് ശരിക്കും പറഞ്ഞല്ലേ പുള്ളിയുടെ ആ ടൈമിൽ ഒരു എക്സ്പെരിമെന്റൽ പടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒറ്റ ലൊക്കേഷന്റെ ഉള്ളിൽ ആളെ നിർത്തി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നെൽസന്റെ ഒരു സ്റ്റൈൽ അറിയാലോ, പുള്ളി ആ വിശ്വസ ആസ്ഥാനത്തൊക്കെ കോമഡി ഇടും. അപ്പൊ അതും കൊറേ പിന്നെ മിനി കൂവറൊക്കെ ചാടിക്കണ പ്രശ്നങ്ങൾ പടത്തിനുണ്ട്. പക്ഷെ നമ്മള് ആ പടത്തിന് ക്വാളിറ്റി ഉണ്ട് കേട്ടോ, ഫ്രെയിം വൈസും അക്കത്തിലും പരിപാടികളുണ്ട്. പക്ഷെ എന്താ പറയാ പാട്ടും പരിപാടികളൊക്കെ ഹിറ്റ് ആയിരുന്നു. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ പടത്തിന് കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞല്ല, ഇതിലുള്ള പടങ്ങളിൽ നിന്ന് ബെറ്റർ ആക്കാമായിരുന്നൊരു നല്ലൊരു അറ്റംപ്റ്റ് സാധനമായിരുന്നു. പക്ഷെ അത് പോയി. പിന്നെ പറഞ്ഞത് ഗോട്ട് അങ്ങനത്തെ അതെനിക്ക് വലിയ പേഴ്സണലി വർക്കാവാത്ത സാധനങ്ങളാണ്. ഇനിയിപ്പോ ഒരെണ്ണം ഇറങ്ങാനുണ്ട്, അതിനിപ്പോ ഇറങ്ങുമെന്ന് അറിയില്ല. ജനനായകൻ ആള് മറ്റേ പിന്നെ എന്തായാലും പൊളിറ്റിക്സ് ആളുടെ പൊളിറ്റിക്സ് ആയാലും ആളെന്തായാലും പറയുന്നുണ്ടോ. വിജയ് ഒരു ടൈം ആയപ്പോ സിനിമകളിൽ പൊളിറ്റിക്സും കൂടി എനിക്ക് തോന്നുന്നു ഒരു മെർസലൊക്കെ തൊട്ടിട്ടും തോന്നുന്നു. കാരണം ലാസ്റ്റ് എല്ലാത്തിലും വന്നിട്ടൊരു സ്പീച്ച് പറയണ പരിപാടി ഉണ്ടായിരുന്നു. സർക്കാർ ശരിക്കും പറഞ്ഞ ഇപ്പത്തെ ആളെ ലൈഫില്ലേ അത് അതിന്റെ എക്സാക്ട് കോപ്പി ചെയ്യണം അത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ മറ്റേ വില്ലന്മാരിൽ ഒരാളുടെ ഡയലോഗ് പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളായിട്ട് വന്നിട്ട് ഇപ്പത്തെ സിസ്റ്റത്തിനെ മാറ്റാൻ പറ്റുമെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ പുള്ളി തെളിയിച്ച ആ സാധനം മാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുമോ അങ്ങനെയുള്ള സ്ഥിരം ഭരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ അവരെ മാറ്റാൻ പറ്റുമോ. ഒരു ഫസ്റ്റ് ടൈം ഒരാള് ഇത്ര അടിക്കോന്ന്, കാരണം CM ആവുന്ന ഒരാളും വിചാരിച്ചിട്ടില്ല. നമ്മ ഒറ്റ സാധനമാണ് പറഞ്ഞതെന്ന് വെച്ചാല് പുള്ളിക്ക് ഒരു ഇത്ര ശതമാനം സീറ്റാള് വിജയ് ജയിക്കും. പക്ഷെ വിജയുടെ കൂടുള്ള എല്ലാരും ഭരണം കിട്ടും. ചിലപ്പോ ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം വരും. പക്ഷെ പുള്ളി മറ്റേ സാധനല്ലേ അതെനിക്ക് തോന്നിച്ചാൽ വൺ ടൈം വണ്ടറാണ്. ഒരു നടനും കിട്ടാൻ സാധ്യതയില്ല. കാരണം കമലഹാസൻ വരെ ഇലക്ഷൻ ഇറങ്ങി നിന്നിട്ട് തോറ്റു പോയതാണ്. അപ്പൊ ആ സാധനം വിജയിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നിച്ചാൽ പുള്ളി ജയിച്ചപ്പോൾ എല്ലാരും പറഞ്ഞത് വൺ ടൈം വണ്ടറാണ്. ഒരു നാടനും അത്രയും എത്താൻ പറ്റില്ല. ആൾക്ക് നന്നായിട്ട് ഭരിക്കാൻ പറ്റട്ടെ. കാരണം ഇപ്പൊ ഇനി ആള് സിനിമ നിർത്തി എന്നാണ് ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആളെ പ്രതീക്ഷിച്ച ഒരുപാട് പേര് ആൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഡിപ്പെൻഡ് ആയിട്ട് പിന്നെ മുമ്പത്തെ സർക്കാരിനോടുള്ള വിയോജിപ്പുള്ളവരും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു ഭരണാള് മാറ്റങ്ങളും ഉണ്ടാവട്ടെ. കാരണം തമിഴ്നാട് ജനതയ്ക്ക് അതൊരു നല്ല പ്ലസ് ആവട്ടെ എന്നുള്ള സാധനമാണ്. കാരണം ആക്ടേഴ്സ് പൊളിറ്റീഷ്യന്മാരാണോ എപ്പോഴും നല്ല പരിപാടിയല്ല. കാരണം ഇവരുടെ മേഖല വേറെയാണ്. അപ്പൊ അത് അത്ര എക്സ്പീരിയൻസ് വേണ്ട ഒരു സാധനമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ പുള്ളിയുടെ ലൈഫ് ഇപ്പൊ അങ്ങനെയാണ്. അപ്പൊ ആ രീതിയിൽ അതിലേക്ക് നമ്മൾ കിടക്കണില്ല. നമുക്കറിയാവുന്ന പൊളിറ്റിക്കൽ സൈഡ് നമ്മൾ പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് കാരണം നമുക്ക് ഇപ്പൊ പോഡ്കാസ്റ്റ് കാണുന്ന ഒരു സാധനം ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താണ് വിജയനെ പറ്റി അധികം പറയാത്ത എന്നുള്ള സാധനം ഉണ്ടാവും. പക്ഷെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മള് കണ്ടിട്ടുള്ള സിനിമകളും ആളുടെ കുറവാണ്. പിന്നെ കണ്ടിട്ടുണ്ട് പക്ഷെ അല്ല എടുത്തു പറയുന്ന സിനിമകൾ എനിക്കിപ്പോ അങ്ങനത്തെ സിനിമകൾ അത്ര വർക്കാവാത്ത കുറെ സിനിമകളുണ്ട്. ഭൈരവ ഉണ്ട്. പക്ഷെ അത് കുറെ പേർക്കൊക്കെ വർക്ക് പടമായിരിക്കും. അല്ല എനിക്ക് തോന്നുന്നു ഭൈരവ തൊട്ടിടന്ന് തോന്നി മറ്റേ രക്ഷകൻ സാധനം മറ്റേ എടുത്തു പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പിന്നെ നമ്മളത് കുറ്റായിട്ട് പറഞ്ഞ കാര്യമില്ല. പുള്ളി എല്ലാ പടം അങ്ങനെയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും അത് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ അങ്ങനെ വിജയ് പടങ്ങള് തിയേറ്ററിൽ പോയി കാണല്
ഭയങ്കര കുറവാ. ഞാൻ പിന്നെ കണ്ടത് ഇതുപോലെ മാസ്റ്റർ ഒക്കെയാണ്. കാരണം ലിയോ കാരണം നമുക്കത് ഡയറക്ടർ വേറൊരാളാണ്, അപ്പൊ വ്യത്യാസം വരും. കൈദിയുടെ ഡയറക്ടർ ആയിരുന്നു ആ സമയത്ത്. പിന്നെ കോവിഡ് വന്നിട്ട് ഫസ്റ്റ് റിലീസ് ചെയ്യണ വിജയുടെ പാട്ടാണ്. ഞാൻ അങ്ങനൊക്കെ വിജയുടെ അല്ല പിന്നെ പുള്ളിക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിനെ വിശ്വസിച്ചിറങ്ങണം, അല്ലെങ്കിൽ പുള്ളിയുടെ സാലറി ആ പടത്തിന്റെ ബഡ്ജറ്റ് ഉറപ്പായിട്ടും റിക്കവർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നടൻ വിജയാണ്. വിജയ് മാത്രമേ ഉള്ളൂ തമിഴില്. പിന്നെ കൂടുതൽ കൈരളി ടിവിയിലാണ് കുരുവിയൊക്കെ ആദി എന്ന് പറഞ്ഞിട്ട് പാടുണ്ട്, മറ്റേ തീയൊക്കെ. പക്ഷെ ആ പടം രസമുണ്ട് കേട്ടോ. എടാ പണ്ട് വെറുതെ കണ്ടിരിക്കാം. തമിഴിന്റെ ഇത് വെച്ച് നോക്കുമ്പോ മറ്റേതല്ലേ, മറ്റേ 2 ടാറ്റ സുമോ എന്നിട്ട് പുള്ളിനെ ബോഡി ഗാർഡിന്റെ റീമേക്ക് കാവലൻ, അത് സിദ്ദീഖ് തന്നെ ചെയ്തത്. രസമുണ്ട് കേട്ടോ. പക്ഷെ ദിലീപ് ഏട്ടന്റെ അത്ര എത്തൂല. അത് ഒരു പടം പോലും അങ്ങനെ ഓവറാക്കി മോശമാക്കിയിട്ടില്ല, നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ ബോഡി ഗാർഡ് ശരിക്കും തമിഴിലായിരുന്നു ഓർത്തില്ല ചെയ്യണ്ട, പക്ഷെ മാറിയിട്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നു എന്തായാലും നന്നായി. കാരണം ഇവിടെ ചെയ്ത് വെച്ചൊരു സാധനം അവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞാല് അതിലൊരു സാധനമുണ്ട്, ദിലീപ് സാധനമുണ്ട്. അത് വിജയ് ചെയ്തപ്പോ അത്ര എത്തിയിട്ടില്ല. പക്ഷെ അല്ല, നമുക്ക് അതിന് ബാക്കി വർഷം നോക്കി മനസ്സിലാവും ദിലീപ് ഏട്ടന്റെ ലെവലിൽ കിട്ടണില്ല ആയിരിക്കും. അതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമുക്കിപ്പോ പറയാവുന്ന സിനിമകൾ ഏതെങ്കിലും സിനിമകൾ മിസ്സായിട്ടുണ്ടോ എനിക്കറിയില്ല. അവര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിജയ് പടം കമന്റ് ചെയ്യാം. കുറെ പടം ഉണ്ടാവും, അതെല്ലാം കമന്റ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം ഏതാണ്, പുള്ളിയുടെ ഫസ്റ്റ് കണ്ട സിനിമ ഏതാണ്, നമുക്കുള്ള ഒരു ഓർമ്മയാണ് ഗില്ലിയും ഇതൊക്കെ പറഞ്ഞു നമ്മള്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമകള്. പിന്നെ സൂര്യനായിട്ടൊക്കെ ഒരു പടം ഉണ്ട്, മറ്റേ ഫ്രണ്ട്സ് ഉണ്ട്. അതല്ല, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് നേർക്ക് നേർന്ന് അത് സൂര്യയുടെ ഫസ്റ്റത്തെ ഓർഡർ. സൂര്യയുടെ ഫസ്റ്റത്തെ ഓർഡത്തിൽ സൂര്യയാണോ നായകൻ വിജയ്? അത് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കൊക്കെ എന്തോ കത്തിക്കണം, ബൈക്ക് ചവിട്ടിട്ട് ബൈക്ക് കത്തിക്കും, കുറെ പടങ്ങളൊക്കെ ഉണ്ട്. അത് സൂര്യയുടെ ഫസ്റ്റത്തോടെ. അപ്പൊ അതില് വിജയ് ഉണ്ട്. അങ്ങനത്തെ കുറെ. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, പിന്നെ ഒരുമിച്ച് വന്നിട്ടില്ല. ഇതേപോലെ വേറെ ടൈപ്പ് ഓഫ് വിജയുടെ പടമാണ്. അപ്പൊ അത് നിർത്ത വെറുതെ നമ്മൾ വെറുപ്പിണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിജയുടെ പടം നിങ്ങൾ കമന്റ് ചെയ്യാ. നമ്മുടെ പടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടി വിഷ് ചെയ്തിട്ട് നിർത്താതിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ തളപതി വിജയ്.